സൈനബ അലിയ സൈനു. സൈനു എന്ന് വിളിക്കാമല്ലോ അല്ലേ? മൗനം സമ്മതം. ഓക്കെ സൈനു, കുര്യച്ചനെ എങ്ങനെയാ പരിചയം? വീട്ടിൽ ജോലിക്ക് പോയിരുന്നു. ഓ, എത്ര കാലമായി? 3 മാസം. 3 മാസം. ഈ 3 മാസത്തിനിടയിൽ അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ സൈനുവിനോട് മോശമായിട്ട് പെരുമാറിയോ? സോറി, ഉവ്വ്. ഐ ആം കൺഫ്യൂസ്ഡ്. അങ്ങനൊരു രീതിയിൽ സമീപിച്ച പുരുഷന്റെ വീട്ടിൽ സൈനു എന്തിനാ വീണ്ടും ജോലിക്ക് പോയത്? വക്കീലിനെ നോക്കണ്ട, ചോദ്യം ചോദിച്ച ഞാനല്ലേ. പറയൂ, എന്തിനാണ് വീണ്ടും അതേ വീട്ടിൽ തന്നെ ജോലിക്ക് പോയത്? പുള്ളിക്കാരൻ തൊടുന്നതും പിടിക്കുന്നതൊക്കെ ഇഷ്ടമായിട്ടാ? ഐ ഒബ്ജക്ട് യുവർ ഓണർ. ഈ ചോദ്യം വിക്ടിമിനെ മാനസികമായി ഹറാസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ജോലി സ്ഥലത്ത് പീഡനം സഹിച്ച് അന്നത്തിന് കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥയാണ് പ്രതിഭാഗം വക്കീൽ ഇത്ര ചീപ്പായി ചോദ്യം ചെയ്യുന്നത്. കാശിന് വേണ്ടി ഇങ്ങനത്തെ പീഡനം സഹിക്കുന്നവരെ സെർവൻ്റ് എന്നല്ല വിളിക്കുക. യുവർ ഓണർ, ഹി ഈസ് ക്രോസിംഗ് ഹിസ് ലിമിറ്റ്സ്. Objection sustained. Please watch your language. യുവർ ഓണർ, പ്രതിഭാഗം വക്കീൽ ആവശ്യമില്ലാത്ത പോയിന്റ്സ് പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കോടതിക്ക് മുന്നിൽ പ്രതിക്കെതിരെ ക്ലിയറായ മെഡിക്കൽ എവിഡൻസ് ഉണ്ടല്ലോ. ഓ, മെഡിക്കൽ എവിഡൻസ്. യുവർ ഓണർ, മെഡിക്കൽ റിപ്പോർട്ട്സിൽ മിസ്റ്റർ കുര്യൻ ഈ നിൽക്കുന്ന പെൺകുട്ടിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ കക്ഷി ഇത് ഡിനൈ ചെയ്യുന്നില്ല. ഇവിടെ ചോദ്യം അത് പെൺകുട്ടിയുടെ സമ്മതത്തോടെ ആയിരുന്നോ എന്നതാണ്. യുവർ ഓണർ, എൻ്റെ കക്ഷി ബലമായിട്ടാണ് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടതെങ്കിൽ അത് റെസിസ്റ്റ് ചെയ്തതിൻ്റെ പാടുകൾ ശരീരത്തിൽ കാണണം. പക്ഷേ മെഡിക്കൽ റിപ്പോർട്ടിൽ എവിടെയും സൈനബയുടെ ദേഹത്ത് മുറിവുകളോ പാടുകളോ ഉള്ളതായി പറഞ്ഞിട്ടില്ല. ഹൗ കൻ ദിസ് ഹാപ്പൻ ഇഫ് ഇറ്റ് വാസ് എ റേപ്പ്? ഇന്ന് ബിപി വെള്ളം കുടിക്കും. മിലോഡ്, നടന്നത് എന്താണെന്ന് വളരെ വ്യക്തമാണ്. കാശിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു പെൺകുട്ടിയാണ് ഇവർ. ഭാര്യ മരിച്ചിട്ട് 18 വർഷമായ കുര്യച്ചനെ സൈനബ ഒട്ടും ബുദ്ധിമുട്ട് കൂടാതെ വശീകരിച്ചു. എന്റെ കക്ഷിയെ കേസിന്റെ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഐ ഒബ്ജക്ട് യുവർ ഓണർ. ഇറ്റ്സ് എ ഗ്രേവ് ആൻഡ് ബേസ്ലെസ് അക്യൂസേഷൻ. പ്രോസിക്യൂഷൻ വീക്കാക്കാൻ വേണ്ടി പ്രതിഭാഗം ഇറക്കുന്ന ഒരു കള്ളക്കഥ മാത്രമാണിത്. നോ, ഐ ഹാവ് എ വിറ്റ്നസ് ടു പ്രൂവ് ഇറ്റ്. അയാളെ അറിയൂ? ഞങ്ങളുടെ വീടിനടുത്ത് ടെലിഫോൺ ബൂത്ത് നടത്തുന്ന ചേട്ടനാ. ഇയാളുടെ പേര് അലക്സ്. 2 ദിവസം മുമ്പ് സൈനു ഇയാളുടെ കടയിൽ നിന്നും എൻ്റെ കക്ഷിയെ വിളിച്ച് കാശ് കൊടുത്താൽ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞു. ഇവനും നമ്മളെ ടീമാ? ഇവിടെ കള്ളന്മാര് മാത്രമേ ഉള്ളൂ ഇല്ലേ? ആ പറഞ്ഞത് മുഴുവൻ കേട്ടതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. ദിസ് ഈസ് എ ഫോൾസ് വിറ്റ്നസ് മൈ ലോർഡ്. സാറൊന്ന് അടങ്ങ്. ആദ്യം ഞാൻ എക്സാമിൻ ചെയ്യട്ടെ, എന്നിട്ട് ക്രോസ് എക്സാമിൻ ചെയ്യും. അത് കഴിഞ്ഞ് തീരുമാനിക്കാം ട്രൂവും ഫോൾസും ഒക്കെ. മൈ ലോർഡ്, പ്രോസിക്യൂഷന് പുതിയ സാക്ഷിയുടെ സ്റ്റേറ്റ്മെന്റ് പഠിക്കാൻ കോടതി ദയവായി കുറച്ച് സമയം തരണം. യുവർ ഓണർ, എൻ്റെ കക്ഷിക്ക് ജുഡീഷ്യറിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചീപ്പ് ഇമോഷണൽ ഡ്രാമയെ വിലക്കെടുക്കാതെ തെളിവുകളും സാക്ഷികളെയും മാത്രം കണക്കിലെടുത്ത് വിധി നിശ്ചയിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു.